ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസിയിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കിട്ടാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അപ്പോൾ അതെന്ത് കാരണങ്ങൾ കൊണ്ട് കുറയാം, അതൊക്കെ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുമ്പോൾ അനക്കം യൂഷ്വലി ആദ്യമേ പ്രഗ്നൻ്റ് ആവുമ്പോൾ യൂഷ്വലി അനക്കം കിട്ടുന്നത് ഒരു 5-ാം മാസം അടുപ്പിച്ചാണ്. എന്ന് വെച്ചാൽ 20 ആഴ്ചയൊക്കെ അടുപ്പിച്ചാണ് യൂഷ്വലി അനക്കം കിട്ടുന്നത്. ആദ്യമേ ഒരു കൊച്ചൊരു ടിക്ക് എന്ന് പറഞ്ഞ് അതുപോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ക്രമേണ അത് പതുക്കെ കൂടി വരും. അപ്പോൾ കുഞ്ഞിൻ്റെ ചുറ്റിനുള്ള ലൈക്കർ കൂടുമ്പോൾ, കുഞ്ഞിന് അനങ്ങാനുള്ള ഇത് കൂടുമ്പോഴാണ് അനക്കം കൂടി വരുന്നത്. അപ്പോൾ 20 തൊട്ട് 30 ആഴ്ച വരെ ആവുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ കൂടി വരാം. പക്ഷേ ചില സമയത്ത് ചിലപ്പോൾ അനക്കം ലേഡീസിന് ഫീൽ ചെയ്യാതാവും. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ പൊണ്ണത്തടി, എന്ന് വെച്ചാൽ ഒബീസിറ്റി, പിന്നെ കൂടുതൽ കുഞ്ഞിന് ചുറ്റിനും കൂടുതൽ വെള്ളം ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ പോളിഹൈഡ്രാംനിയോസ്, പിന്നെ കുഞ്ഞിന് ചുറ്റിനുമുള്ള വെള്ളം വളരെ കുറഞ്ഞാലും പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറയുമ്പോഴും എന്ന് വെച്ചാൽ IUGR അതൊക്കെ ഉള്ളപ്പോഴും ചിലപ്പോൾ അനക്കം ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ എന്നാൽ ഇപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നേരത്തെ അനക്കം തുടങ്ങാം. എന്ന് വെച്ചാൽ ഒരു 16 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് അനക്കം ഫീൽ ചെയ്ത് തുടങ്ങാം. അതെന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ ഉള്ള അനുഭവം ഉണ്ട്, എന്ന് വെച്ചാൽ നേരത്തെ അനക്കം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ആവാം. പിന്നെ ഈ മസിൽസ്, അബ്ഡോമിനൽ മസിൽസൊക്കെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അനക്കം ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ അനക്കമൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ 5-ാം മാസം കഴിയുമ്പോൾ അനക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ ഒരു 30 ആഴ്ച കഴിഞ്ഞ് 32 ആഴ്ച ആ സമയമൊക്കെ ആവുമ്പോൾ നമ്മൾ ഫീറ്റൽ മൂവ്മെൻറ്റ് കൗണ്ട് അത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ ഡയബറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ ഫീറ്റൽ കിക്ക് കൗണ്ട് വയ്ക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം 12 മണിക്കൂർ എടുക്കുമ്പോൾ 10 അനക്കമെങ്കിലും ഒരു ലേഡിക്ക്, പ്രഗ്നൻ്റ് ലേഡിക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി തിരക്കായി പോയി ഇത് നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ കിടക്കുമ്പോൾ 3 അനക്കമെങ്കിലും കിട്ടണം. അപ്പോൾ ഒരു ദിവസം 12 മണിക്കൂറിൽ 10 അനക്കമെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ കിടക്കുമ്പോൾ 3 അനക്കമെങ്കിലും കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അനക്കം പിന്നെയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ച് ചിലപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തുടിപ്പൊക്കെ നോക്കി NST ഒക്കെ നോക്കി അത് കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ടെർമിനേഷൻ പറയും. അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ബയോഫിസിക്കൽ പ്രൊഫൈലൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ റീഅഷ്യൂർ ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡയബറ്റിസ് ഉള്ള പ്രഗ്നൻസിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഷുഗർ കൂടുമ്പോൾ, ഈ അമ്മയിൽ ഷുഗർ കൂടുമ്പോൾ കുഞ്ഞിന് ചുറ്റിനുമുള്ള വെള്ളം കൂടും. അപ്പോൾ ഈ വെള്ളം കൂടുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം അറിയാനുള്ള സാധ്യത കുറച്ചും കൂടെ കുറയും. പിന്നെ ഉള്ളത് ഈ ഷുഗർ കൂടുമ്പോൾ കുഞ്ഞിലോട്ടുള്ള ഷുഗറും ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാരണം കുഞ്ഞിൻ്റെ അനക്കം വരെ, എന്ന് വെച്ചാൽ കുഞ്ഞ് അകത്ത് മരിച്ചു കിടക്കാൻ വരെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് പ്രഗ്നൻസീസ് അത് കൺട്രോൾഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ആഹാര ക്രമീകരണം, പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പർ ബോഡി എക്സസൈസ്, എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അപ്പർ ബോഡി എക്സസൈസ് അതൊക്കെ ചെയ്ത് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ അനക്കം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അനക്കം നിന്നു പോവാതെ ഇരിക്കുന്നത് നമുക്ക് തടയാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.